എഴുത്തുകാരനെ ഓർമ്മിച്ചെടുക്കുകയാണ്. ഞങ്ങളുടെ ഡിജിറ്റൽ ന്യൂസ് എഡിറ്റർ വീണ ചന്ദ് എഴുതിയതുപോലെ പാലക്കാടൻ കാറ്റായും വള്ളുവനാടൻ ജീവിതമായും MT വാസുദേവൻ നായരുടെ കഥാപാത്രങ്ങൾ മലയാളികളുടെ വായനാ ലോകത്ത് നിറഞ്ഞാടുകയായിരുന്നു. മനുഷ്യരുടെ കഥയല്ല, ഏകാഗികളുടെ കഥയാണ് MT എപ്പോഴും പറയുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് എഴുത്തുകാരൻ ജയമോഹനാണ്. ആ കഥകളിലൂടെ MT ഒരേ സമയം ചരിത്രവും ആത്മകഥാംശമുള്ള ജീവിതവും വായനക്കാരിലേക്ക് എത്തിച്ചു. യാഥാസ്ഥിതിക നായർ കുടുംബവും മരുമക്കത്തായവും ജന്മിത്തവും വള്ളുവനാടൻ പശ്ചാത്തലവും ഒക്കെ തന്നെ അതിൽ നിറഞ്ഞിരുന്നു. ഓരോ കൃതിയിലും എവിടെയൊക്കെയോ MT ഉണ്ടായിരുന്നു. ഒന്നുകിൽ കാഴ്ചക്കാരനായി അല്ലെങ്കിൽ കഥ പറച്ചിലുകാരനായി. നേരത്തെ പറഞ്ഞതുപോലെ സേതുവിനെന്നും ഒരാളോട് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രമെന്ന് സുമിത്ര പറയുമ്പോൾ കാലത്തിലെ സേതുമാധവൻ്റെ ജീവിതവ്യഥകളും അഭിനിവേശവും ഒക്കെ തന്നെയും അതേപടി വായനക്കാരനും അനുഭവവേദ്യമാകുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ സേതുമാധവൻ ഏകാഗിയാണ്. ആ ഏകാന്ത ജീവിതമാണ് MT വരികളിലൂടെ വരച്ചു വയ്ക്കുന്നതും. ഭ്രാന്തൻ വേലായുധനും കുട്ടിയെടുത്തിയും ലീലയുമൊക്കെ അങ്ങനെ ഓരോ തരത്തിൽ പറയുന്നതും ഏകാന്ത ജീവിതത്തെക്കുറിച്ച് തന്നെയാണ്. പ്രണയവും വിരഹവും ദാരിദ്ര്യവും വ്യക്തിബന്ധങ്ങളിലെ വിള്ളലും ശൂന്യതയും ഇഴയടുപ്പവും ഒക്കെ പങ്കിടുന്നവരാണ് MTയുടെ കഥാപാത്രങ്ങൾ. ഓർമ്മകളും ഭൂതകാലവും സ്വപ്നവും ഒക്കെ ചേർത്ത് വെച്ച് MTയുടെ കഥാപാത്രങ്ങൾ ജീവിതം പറയുമ്പോൾ പലപ്പോഴും കഥകളിയും നിറസാന്നിധ്യമായിട്ടുണ്ട്. MTക്ക് കഥകളിയോടുള്ള ഇഷ്ടം പോലെ തന്നെ പ്രധാനമാണത്. രണ്ടാമൂഴത്തിലെ ഭീമനെ ഓർത്തു നോക്കിയാൽ പച്ചയിൽ നിന്ന് കത്തിവേഷത്തിലേക്ക് പകർന്നാടുന്നതാണ് നമ്മൾ കാണുന്നത്. പാഞ്ചാലിയോടുള്ള പ്രണയം ഭീമസേനന്റെ പച്ചവേഷമാണ്. സ്നേഹവും ലാളനയും ആർദ്രതയുമുള്ളയാളാണ് ഭീമൻ. പക്ഷേ അതേ ഭീമൻ പാണ്ഡവ കൗരവ യുദ്ധത്തിൽ കത്തിയിലേക്ക് വേഷം മാറുന്നത് കാണാം. ആ ഭീമനാണ് ദുശാസനന്റെ മാറു പിളർക്കുന്നത്. നാലുകെട്ടിലുമുണ്ട് കഥകളിയെക്കുറിച്ചുള്ള എഴുത്ത്. കഥകളി രാവിൽ ഉറക്കമുണരുമ്പോൾ അപ്പുണ്ണി കാണുന്നത് ഭീമസേനന്റെ കത്തിവേഷമാണ്. ദുശാസനെ കൊന്ന് മാറു പിളർക്കുന്നുണ്ട് ആ രൗദ്രഭീമൻ. അതേ കഥയിൽ പ്രതിനായകനെ ദുശാസനായി കണ്ടു തന്നെ ഭീമനായി നായകൻ സങ്കല്പിക്കുന്നുമുണ്ട്. MTയുടെ തിരക്കഥകളിൽ പക്ഷേ കഥാപാത്രങ്ങൾക്കുള്ള പരിവേഷം പച്ചയല്ല, കത്തി തന്നെയാണ്. രംഗം സിനിമയിൽ രൗദ്രഭീമനാകുന്നുണ്ട് മോഹൻലാൽ. പ്രതിനായകനെ നായകൻ കൊലപ്പെടുത്തുമ്പോൾ കഥാപാത്രങ്ങൾ എന്നതിനപ്പുറം ഇരുവരെയും കഥകളി വേഷത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പരിണയത്തിലെ നായിക താത്രി അന്തർജനം കഥകളിക്കാരനെയാണ് പ്രണയിക്കുന്നത്. അയാളിൽ നിന്നാണ് ഗർഭം ധരിക്കുന്നത്. മനുഷ്യൻ എന്നതിനപ്പുറം അർജുനനിൽ നിന്നോ നളനിൽ നിന്നോ ഭീമനിൽ നിന്നോ ആണ് അവൾ ഗർഭിണിയാകുന്നത്. പക്ഷേ ആ പച്ചവേഷം ജീവിതത്തിൽ കത്തിവേഷമായി മാറുന്നതും അവൾ കാണുന്നുണ്ട്. തന്നെ സ്വീകരിക്കാൻ ധൈര്യമില്ലാതെ നാട് വിടുന്ന മാധവനെ പിന്നീട് തിരികെ വരുമ്പോൾ താത്രി സ്വീകരിക്കുന്നില്ല. തൻ്റെ കുഞ്ഞിൻ്റെ പിതാവ് അർജുനനോ നളനോ ഭീമനോ ആണെന്നാണ് അവൾ പറയുന്നത്. എത്ര ശക്തമായ സ്ത്രീ കഥാപാത്രമാണത്. ഇങ്ങനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നതിനപ്പുറം നോവലുകളിലും തിരക്കഥകളിലും MT കഥാപാത്രങ്ങൾ സ്വഭാവം കൊണ്ട് പച്ചയും കത്തിയും ഒക്കെയായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സൽഗുണസമ്പന്നരായ കഥാപാത്രങ്ങൾ പച്ചയാകുമ്പോൾ പ്രതിനായകരോ സ്വാർത്ഥരോ ഒക്കെയായ കഥാപാത്രങ്ങൾ കത്തിവേഷങ്ങളാകുന്നു. മനസ്സുകൊണ്ട് കഥകളി വേഷങ്ങളായി നിറഞ്ഞാടുകയാണ് ആ കഥാപാത്രങ്ങളൊക്കെയും. കീചകനോ രാവണനോ ദുശാസനനോ അർജുനനോ ഭീമനോ നളനോ ഒക്കെയായി അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളെയും MTയുടെ കഥകളി ഇഷ്ടത്തോടെ ചേർത്ത് നിൽക്കുന്നു. നിങ്ങൾ എന്തിനെഴുത്തുകാരനായി എന്നൊരാൾ ചോദിച്ചാൽ എനിക്ക് പറയാനറിയാം. ആദ്യം മുതൽക്കേ ഞാൻ മറ്റൊന്നുമായിരുന്നില്ല എന്നാണ് കാഥികന്റെ പണിപ്പുരയിൽ MT വാസുദേവൻ നായർ പറഞ്ഞിട്ടുള്ളത്. ഒരു കഥകളിപ്രിയന്റെ എഴുത്തുകളിൽ ചമയമെഴുത്തും മേളപ്പദവും കേളിയും തോടയവും ഇല്ലാതിരിക്കുന്നത് എങ്ങനെയെന്ന് വായനക്കാർ തിരിച്ചറിയുന്നു. MT കഥകളിലെ പച്ച, കത്തി, കരി, താടി, മിനുക്ക വേഷങ്ങളൊക്കെ അങ്ങനെ അനുവാചകർ വായിച്ചെടുക്കുന്നു. ഈ യാത്ര അവസാനിക്കുന്നില്ല. പാപത്തിന്റെ സ്മരണകളുടെ കടവുകളിൽ നിന്ന് കടവുകളിലേക്ക്, നഗരത്തിൽ നിന്ന് നഗരങ്ങളിലേക്ക് എന്ന അജ്ഞാതന്റെ ഉയരാത്ത സ്മാരകത്തിൽ MT പറയുന്നത് പോലെ ഈ കഥാപാത്രങ്ങളൊക്കെ ഇനിയും ഏറെക്കാലം വായനക്കാരുടെ ഹൃദയങ്ങളിലൂടെ സഞ്ചരിക്കുക തന്നെ ചെയ്യും. അതുതന്നെയാണ് MTയുടെ കഥാപാത്രങ്ങളുടെ സവിശേഷതയും. വിസ്മൃതിയിലേക്ക് മറയുന്നത് മലയാള സാഹിത്യ തറവാട്ടിലെ കാരണവരാണ്. MT വാസുദേവൻ നായർ എന്ന മലയാളത്തിൻ്റെ ഇതിഹാസ സാഹിത്യകാരൻ. ജീവിതത്തോടും എഴുത്തിനോടുമുള്ള ആഴമേറിയ പ്രതിബദ്ധതയാണ് MTയെ മലയാള സാഹിത്യത്തിൻ്റെ വടവൃക്ഷമാക്കിയത്. കാലം മറക്കാത്ത മഹാമനീഷിക്ക് റിപ്പോർട്ടറിൻ്റെ പ്രണാമം.